അതിനിപ്പോ ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകണം. ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സങ്കീർണ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ ചില വിവരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ചർച്ച ആരംഭിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് 2 അംഗ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമ്മുടെ ചർച്ചയിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അത് ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഈ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ അത് വിതയ്ക്കാൻ പോകുന്നതായിട്ടുള്ള ആശങ്ക, അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അനിവാര്യമായി തോന്നിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് ഇംഗ്ലണ്ടിൽ നിന്നും പ്രിയപ്പെട്ട ബാലസുബ്രഹ്മണ്യൻ തിരുവനന്തപുരത്തു നിന്നും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇരുവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ ഭരണഘടന നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം, പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന തുല്യനീതി, സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ നമുക്കുള്ള ഫ്രറ്റേണിറ്റി, നമുക്കുള്ള ഇക്വാലിറ്റി, ഇതെല്ലാം ഉണ്ട് എന്ന് പറയുകയും എന്നാൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അതില്ലാതെയാക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമായിട്ട് ഇത് മാറുന്നോ എന്നുള്ളൊരു ആശങ്ക വളരെ ശക്തമായി നമ്മുടെ ഇടയിലൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, അത് സമൂഹത്തിൽ വരുത്തി വെക്കുന്ന ദുരന്തങ്ങൾ, ഒരു അപരവൽക്കരണം, ഇതെല്ലാം നമുക്കിന്ന് തൊട്ടറിയുവാനും അനുഭവിച്ചറിയാനും സാധിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് തുറന്ന ഒരു ചർച്ച ആവശ്യമാണ്. സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് നമ്മളോട് ഈ സംവരണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആമുഖം നൽകി തരുന്നതായിരിക്കും. നമസ്കാരം. ഞാൻ UK ലിവർപൂളിൽ നിന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു ഭരണഘടന സ്വീകരിച്ചിട്ട് ഈ നവംബർ 26 ഏകദേശം 75 വർഷം കഴിഞ്ഞിരിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ ഉജ്ജ്വലമായ ഒരു ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന, അതിന്റെ ഡ്രാഫ്റ്റിംഗ് ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ, അത് നീണ്ട നാളുകളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഭരണഘടനയായി അംഗീകരിച്ചത്. അതിന്റെ ഒരു ആഘോഷം ഈ നവംബർ 26 കഴിഞ്ഞു. 75 വർഷം പിന്നിട്ടിരിക്കുക. ആ ഭരണഘടന ആണ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി നൽകിയത്. കാരണം ഈ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചുകൊണ്ട് രാജ്യത്തോട് നടത്തുന്ന ഒരു സ്പീച്ച് ഉണ്ട്. എല്ലാവർക്കും തുല്യത നൽകുന്ന ഒരു ഭരണഘടന ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അതിനു മുമ്പ് അതില്ലായിരുന്നു എന്നുള്ളതാണ്. ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഇന്ത്യ എങ്ങനെ ആയിരുന്നു എന്ന് നമുക്കറിയാം. ഒരു തരത്തിലുള്ള തുല്യതയില്ലാത്ത ഒരു ഹ്യൂമൻ ഐഡന്റിറ്റി നൽകിയത്, ഒരു സെക്യുലർ ഐഡന്റിറ്റി നൽകിയത് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഇന്ത്യ യാതൊരു തരത്തിലുള്ള തുല്യതയില്ലാത്ത, ആ തുല്യത നിഷേധിച്ചത് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ശ്രേണിബന്ധമായ ജാതി വ്യവസ്ഥയാണ്. ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും ക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരു രാജ്യത്തുമില്ലാത്ത അറിവിന്തിരിപ്പൻ ജാതി വ്യവസ്ഥ. അങ്ങനെ മനുഷ്യന് വഴി നടക്കാനും സഞ്ചരിക്കാനും വിദ്യാഭ്യാസം ചെയ്യാനും ഇഷ്ടദൈവത്തെ പൂജിക്കാനും ആരാധിക്കാനും പൊതുക്കിണറ്റിന്ന് വെള്ളം കുടിക്കാനും പൊതുവഴിയിലൂടെ നടക്കാനും ഒന്നും സ്വാതന്ത്ര്യമില്ലായിരുന്നു. പാമ്പിനും പഴുതാരയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പോലും സ്വാതന്ത്ര്യമുള്ള വഴികൾക്ക്, റോഡുകൾക്ക് പോലും ജാതി ഉണ്ടായിരുന്ന ഒരു നാട്. ആ നാട്ടിലാണ് പുതിയ ഭരണഘടന വരുന്നത്. ആ ഭരണഘടന എന്ന് പറയുന്നത് ആധുനിക എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ്. ജനാധിപത്യം, പൗരസ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മൾ പണ്ട് കേട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫ്രഞ്ച് ബൂർഷാസിയുടെ മുദ്രാവാക്യത്തിൽ നമ്മൾ കേട്ടത് ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്നുള്ളത്. പിന്നെ സാർവത്രികമായ മനുഷ്യാവകാശ ചാർട്ടറുകളിലും UN പ്രഖ്യാപനങ്ങളിലൊക്കെ ഇത് ഉണ്ടായി. അങ്ങനൊരു നൽകുന്ന ഒരു ഭരണഘടന. ആ ഭരണഘടന ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. കാസ്റ്റിന്റെ പേരിൽ, ബർത്ത് പ്ലേസിന്റെ പേരിൽ, റിലിജിയന്റെ പേരിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. ഈ ഈക്വൽ പ്രൊട്ടക്ഷൻ, ലോയുടെ മുമ്പിൽ ഈക്വൽ പ്രൊട്ടക്ഷനാണ്. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 19 വളരെ കൃത്യമായി റൈറ്റ് ടു സ്പീച്ച്, എക്സ്പ്രഷൻ, ഇതെല്ലാം നൽകുകയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഫ്രീഡം ഓഫ് റിലിജിയൻ, ഏത് മതത്തിൽ വിശ്വസിക്കാം, റൈറ്റ് ടു ഫ്രീലി പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. എത്ര മനോഹരമാണ്! ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള
ആ സ്വാതന്ത്ര്യം നൽകിയ. അത് 29-30 ആർട്ടിക്കിൾ മൈനോറിറ്റി റൈറ്റ് ആണ്, അബ്സല്യൂട്ട് റൈറ്റ് നൽകിയിരിക്കുകയാണ്. ഇതെല്ലാം ഉള്ള മനോഹരമായ ഒരു ഭരണഘടനയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇതൊരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം, ഇത് ദൈവനാമത്തിൽ തുടങ്ങണമെന്ന് ഡിബേറ്റ് തുടങ്ങിയായിരുന്നു. ചില നേതാക്കന്മാർ, നമ്മുടെ ദേശീയ നേതാക്കന്മാർ പറഞ്ഞു ഭരണഘടന നമുക്ക് ദൈവനാമത്തിൽ തുടങ്ങാം, ഇൻ ദ നെയിം ഓഫ് ഗോഡ്. അത് വേണ്ട എന്ന് പറഞ്ഞു. അത് ചർച്ചയ്ക്കിട്ട് അത് വോട്ടിനിട്ടിട്ട് തള്ളി, ദൈവത്തെ തള്ളി. ദൈവം തോറ്റുപോയി വോട്ടിൽ. ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് തുടങ്ങണ്ട, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അങ്ങനെ തുടങ്ങിയാൽ മതി. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് 99% ആളുകൾ ഹിന്ദുക്കളാണെങ്കിലും ഇന്ത്യക്ക് ഹിന്ദുരാഷ്ട്രമാകാൻ പറ്റില്ല. 99.5% ആൾക്കാരും ഇസ്ലാം ആയാലും ഇന്ത്യക്ക് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആകാൻ പറ്റില്ല. 99% ആളുകളും ക്രൈസ്തവരായാലും ഇന്ത്യക്ക് ഒരു ക്രൈസ്തവ രാജ്യമാകാൻ പറ്റില്ല. കാരണം ഈ രാഷ്ട്രത്തിന് ഒരു മതമില്ല, ഈ രാഷ്ട്രത്തിന് ഒരു മതഗ്രന്ഥമില്ല. അതാണ് സെക്കുലറിസത്തിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പൊ അത്രയ്ക്കുള്ള മനോഹരമായ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, അതിന്റെ ദാർശനികമായ അടിത്തറ ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് സംവരണം പിന്നീട് ആർട്ടിക്കിൾ 16 മുതൽ പിന്നീട് വ്യാപകമായി അത് ചർച്ചയായി. ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ സംവരണം ചർച്ചയ്ക്ക് വന്നതിന്റെ കാരണം ആയിരത്താണ്ട് വർഷങ്ങളായി, സഹസ്രാബ്ദങ്ങളായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ രാജ്യത്ത് സാമൂഹ്യമായ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ അനുഭവിച്ച ഒരു കൂട്ടം ജനതയുണ്ടായിരുന്നു. അതിന്റെ കാരണം ഈ രാജ്യത്തിലെ ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ മർദ്ദനത്തിന് അവര് അടിമപ്പെട്ട് ബ്രാഹ്മണ്യം അടിച്ചേൽപ്പിച്ച, ചാതുർവർണ്ണ്യം അടിച്ചേൽപ്പിച്ച കിരാതമായ ജാതീയ വ്യവസ്ഥയിൽ ഞെരിഞ്ഞമർന്ന ഒരു ജനത. അവരെ ആ സാമൂഹികമായ പിന്നോക്കാവസ്ഥയിൽ നിന്ന് അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സംവരണം ഡിഫൈൻ ചെയ്യപ്പെട്ടത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വളരെ മനോഹരമായി, വളരെ മീനിങ് ആയിട്ട് ഡിബേറ്റുകൾ നടന്നു. ഏറെ സമയത്തെ ഡിബേറ്റുകൾ നടന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ അസംബ്ലിക്ക് അത് ബോധ്യപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ സംവരണം അത് സാമ്പത്തിക സംവരണമല്ല. സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്, അത് സാമുദായികമാണ്. അത് കാരണം ജാതിയുടെ പേരിലായിരുന്നു ആ പിന്നോക്കാവസ്ഥ. ജാതിയുടെ പേരിലായിരുന്നു അവർ ആ പിന്നോക്കാവസ്ഥ നേരിട്ടത്. ജാതിയുടെ പേരിലായിരുന്നു അടിച്ചമർത്തൽ, ഡിസ്ക്രിമിനേഷനും സെഗ്രിഗേഷനും അവർ നേരിട്ടത് ജാതിയുടെ പേരിലായതുകൊണ്ട് അവരെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും അവരെ സമൂഹത്തിന് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരുടെ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സംവരണം നിർവചിച്ചിട്ട് ഉള്ളത്. അത് ഭരണഘടനാപരമായ ആരുടെ ഔദാര്യമല്ല, ആരുടെയും ദാനം നൽകുന്നതല്ല. ഇത് റൈറ്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, 1950 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പട്ടികജാതിക്കാരുടെ സംവരണത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വലിയ തരത്തിലുള്ള ഒരു ഓർഡർ ഉണ്ടായി. അതായിരുന്നു പ്രസിഡൻഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. ആ പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ് അത് നമുക്കറിയാം, ആർട്ടിക്കിൾ 349 അമെന്റ്മെന്റിലൂടെ അതിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. ആ പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ് പട്ടികജാതിക്കാരുടെ സംവരണം നഷ്ടപ്പെട്ടത് 1950. അത് ഭരണഘടനാ വിരുദ്ധമായി. നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഫ്രീഡം ഓഫ് റിലിജന്റെ, റൈറ്റ് ടു ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 14 എല്ലാം നഗ്നമായ ലംഘനമായിരുന്നു. 1950 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ അത് എസ്റ്റിക്കില്ല, എസ്സിയുടെ മാത്രം അത് നഷ്ടപ്പെടുത്തിയത്. അത് പറഞ്ഞ ആ ഭാഗം പൂർത്തീകരിക്കാം. പക്ഷെ എന്നിട്ട് ബുദ്ധമതക്കാർക്ക് വീണ്ടും നൽകി, സിഖുകാർക്ക് നൽകി, നിയോ ബുദ്ധിസ്റ്റുകൾക്ക് നൽകി, ബുദ്ധമതക്കാർക്ക് നൽകി, സിഖുകാർക്ക് നൽകി. ഈ നഷ്ടപ്പെട്ടു പോയ ഈ സംവരണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് പിന്നീട് പോരാട്ടം തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഫ്രാങ്ക്ലിൻ സീസർ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയുണ്ടായി. ആ കേസ് തുടരുകയാണ്. അത് നിരന്തരമായി മാറ്റിവെച്ച് അതിന്മേൽ ഇത് നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ പലപ്പോഴും അതിന് അനുകൂലമായ സമീപനം എടുക്കുന്നില്ല. ഇതിന്റെ ഇടയിലാണ് 2007 രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. UPA സർക്കാർ രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നു.
പക്ഷെ അത് നടപ്പിലാക്കിയില്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കി. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി കേരളത്തിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് ദോശ ഇടുന്നത് പോലെയാണ് നടപ്പിലാക്കിയത്. പക്ഷെ ഇതുവരെയായിട്ട് പിന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഫ്രീസർ വെച്ചിരിക്കുകയാണ്. എത്ര ദിവസങ്ങളായി, മാസങ്ങളായി, ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി കേരള സർക്കാർ വെച്ചിരിക്കുകയാണ്. പക്ഷെ പാലോളി കമ്മീഷൻ അതിവേഗത്തിലാണ് നടപ്പിലാക്കിയത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലും വടക്കേ ഇന്ത്യയിലും എല്ലായിടത്തുമുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ പറയുന്ന വിഷയം വേഗത്തിൽ നടപ്പിലാക്കി. പക്ഷെ രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് 2007 സമർപ്പിച്ചത് ഇതുവരെയായി അത് നടപ്പിലാക്കിയില്ല. UPA സർക്കാരിന് അത് കഴിഞ്ഞില്ല. അത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് പറഞ്ഞു നിർത്താം. ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നമ്മുടെ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ അധ്യക്ഷനായ 3-അംഗ സമിതിയെ ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ നിശ്ചയിച്ചിരിക്കുന്നത് വീണ്ടും രംഗനാഥ മിശ്ര കമ്മീഷൻ നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതിന് അദ്ദേഹം പറയുന്നത് ക്രൈസ്തവ മതത്തിലേക്ക് അവർ ചേർന്നതോടുകൂടി അവിടെ വിവേചനം ഇല്ലാതാകുന്നു, അവിടെ അസമത്വം ഇല്ലാതാകുന്നു എന്നൊരു വാദമാണ്. നമുക്കറിയാം ബ്രാഹ്മണ്യത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഒരു പ്രയാസം ഉണ്ടല്ലോ. കാരണം നേരത്തെ പാസ്റ്റർ സൂചിപ്പിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ബുദ്ധമതത്തിനകത്ത് ജാതീയതയില്ല, ജാതീയ വിവേചനമില്ല, ജൈനോ മതത്തിലുമില്ല. അപ്പൊ ആ 2 വിഭാഗങ്ങൾക്കും, ആ 2 മതങ്ങൾക്കും ലഭ്യമായിട്ടുണ്ട് ഈ സംവരണം. അത് കിട്ടേണ്ടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവ മതത്തിൽ ചേരുമ്പോൾ ജാതീയത ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജാതീയത എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ശാപമല്ലേ? അപ്പോൾ ശാപമില്ലാതായിത്തീരണമെങ്കിൽ, ഈ ശാപത്തെ നീക്കണമെങ്കിൽ ജാതീയത ഇല്ലാതായിത്തീരണം. ജാതീയത ഇല്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹമാണെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിന്റെ ടൂൾസ് ഉപയോഗിച്ച്, ഗവൺമെന്റ് മെക്കാനിസം കൊണ്ട് എല്ലാവരെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൂടാ? കാരണം ദിസ് ഈസ് ദ ഓൺലി വേ ടു റാഡിക്കേറ്റ് ദ കാസ്റ്റ് സിസ്റ്റം ഫ്രം അവർ നേഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തുകൊണ്ട് വൈ കാൻ വി ടേക്ക് എ ഫേം സ്റ്റെപ്പ്? പറയുന്നുണ്ട്, ഭരണഘടനയെ തന്നെ അൺടച്ചബിലിറ്റി പാടില്ലെന്ന് പറയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ശബരിമല കേസിലെ വിധിയിൽ അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾക്ക് അനുകൂലമായി വിധി വന്നതിന്റെ കാരണം ശാരീരികമായ അവരുടെ അവസ്ഥകളുടെ പേരിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. എല്ലാ തരത്തിലുള്ള അങ്ങനെയുള്ള അൺടച്ചബിലിറ്റി ആയിട്ട് അത് കണ്ടത്. അതിന് അൺടച്ചബിലിറ്റി ആയിട്ട്. അതുകൊണ്ട് ജാതിയെ അനിഗലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയെ നിർമൂലനം ചെയ്യുക എന്നുള്ള ഭരണഘടനയുടെ തന്നെ ഒരു പ്രതിബദ്ധതയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അയിത്തത്തെ, അൺടച്ചബിലിറ്റിയെ, ജാതിയുടെ പേരുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനെ, അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നതാണ്. നിയമത്തിന് മുമ്പിൽ കാസ്റ്റിന്റെ, ബർത്ത് പ്ലേസിന്റെ, റിലിജിയന്റെ, റേസിന്റെ, ഇതിന്റെ ഒന്നിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല. റൈറ്റ് ടു ഇക്വാളിറ്റിയാണ്. അപ്പൊ ജാതിയെ തന്നെ മറികടക്കുന്നതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. വേറെ ആർട്ടിക്കിൾ 17 തോന്നുന്നു, സബ്ജക്ട് ടു കറക്ഷൻ. ആർട്ടിക്കിൾ 17 കൃത്യമായി അൺടച്ചബിലിറ്റി പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ജാതീയത ക്രിസ്ത്യാനിറ്റിക്കകത്തേക്ക് വന്നത് പുറത്തുനിന്ന് വന്നതാണ്, അല്ലാതെ ബൈബിൾ അത് ഓൺ ചെയ്യുന്നില്ല. അതുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ അതില്ല. ബൈബിളിനകത്ത് വളരെ കൃത്യമായി അതിന്റെ സൃഷ്ടിപ്പിൽ തന്നെ സമത്വമാണുള്ളത്, സൃഷ്ടിപ്പിൽ അസമത്വമല്ല, ആണും പെണ്ണുമായിട്ടാണ്. വളരെ വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ യഹൂദനെന്ന് യവനനില്ല, there is no racial discrimination. റഫറൻസോടെ പറഞ്ഞേക്കാം, ഗലാത്യർ 3:22. ദാസനെന്നും സ്വതന്ത്രനുമില്ല, there is no social economic discrimination. ആണെന്നും പെണ്ണെന്നുമില്ല, there is no gender discrimination. അതും ബൈബിൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ സഭയ്ക്കകത്തേക്ക് വരുന്ന, ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർ പൊതുസമൂഹത്തിൽ നിന്നാണ്, വിവിധങ്ങളായ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അച്ഛൻ അത് പറഞ്ഞതുകൊണ്ട് വളരെ കൃത്യമാണ് എന്ന് പറയുകയാണ്. ഇവര് പറയുന്നു, ഞാനിന്ന് രാവിലെ നോക്കി, തുഷാർ മേത്ത കോടതി പറഞ്ഞെന്താ ഇതിന്റെ പേരില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റിസ് കമ്മീഷൻ പോയി നമ്മുടെ പല സുഹൃത്തുക്കൾ പോയി. വിനിൽ പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ സിറ്റിംഗ് ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു, വയനാട് ദുരന്തത്തോട് കൂടി ഇടയ്ക്ക് നിർത്തിവെച്ചത്. അപ്പൊ എറണാകുളത്തേക്ക് പോയപ്പോഴത്തേക്കും ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പോലും മുൻവിധിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അവിടെ ജാതീയതയില്ലല്ലോ, നിങ്ങൾ മതം മാറിയതാണല്ലോ, പിന്നെന്തിനാണ് ഇത് ചോദിക്കുന്നത്? ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ റൈറ്റ് ഒന്നും അല്ല ഇത്, അദ്ദേഹത്തിന്റെ ഔദാര്യമൊന്നും അല്ല, ഇത് ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. അദ്ദേഹത്തിനെതിരെ പോലും ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജസ്റ്റിസ് ആയപ്പോൾ പോലും അദ്ദേഹം ക്രിസ്ത്യാനിറ്റി തിരിച്ചു പോയതാണ് പോലും ഉണ്ട്. പുള്ളിക്കെതിരെ പോലും അന്ന് ആരോപണം വന്ന ആളാണ്. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നലത്തെ വിധി, സുപ്രീം കോടതിയുടെ വിധി, ഒരു വ്യക്തി ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് റീകൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ, ഹിന്ദുവിസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആഘോഷപരമായിട്ട് നടത്തണം, അത് സീക്രട്ടായിട്ട് ചെയ്യാൻ പാടില്ല,
ആര്യ സമാജക്കാരുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം, അവിടുത്തെ സ്പിരിറ്റ് ഉൾക്കൊള്ളണം. അപ്പം വാസ്തവത്തില് ജസ്റ്റിസ് ബാലകൃഷ്ണൻ അനുഭവിച്ചിട്ടുള്ള നന്മകൾ, ഒരു ചീഫ് ജസ്റ്റിസ് എന്നുള്ള നിലയിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും തിരികെ രാഷ്ട്രത്തിന് ഏൽപ്പിക്കേണ്ടതായ ഒരു അവസ്ഥ കൂടെ ഈ വിധി ഇന്നലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരു വിശ്വാസം സ്വീകരിക്കുമ്പോഴോ തിരസ്കരിക്കുമ്പോഴോ ആ മനുഷ്യന് സാമൂഹികമായ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല ആ ക്ഷണത്തിൽ എന്ന് നമുക്ക് തന്നെ അറിയാം. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു വെളിച്ചം ഒന്നുമല്ല ഈ സാമൂഹിക പരിഷ്കരണം. എത്രയോ നാളുകൾ കൊണ്ട്, എത്രയോ പ്രാക്ടീസുകൾ കൊണ്ട്, നിരന്തരമായ പഠനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിരന്തരമായ ഉത്തേജനങ്ങൾ കൊണ്ട്, അവരുടെ കഠിനാധ്വാനം കൊണ്ടൊക്കെ നേടിയെടുത്തിട്ടുള്ളതാണെന്നാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപോലെ പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ സ്വീകരിക്കുന്ന വിശ്വാസപരമായിട്ടുള്ള ഒരു വ്യത്യാസത്തെ, ആ വ്യത്യാസത്തെ ആ സാമൂഹിക തലത്തിൽ നോക്കിക്കാണാതെ അത് മതത്തിന്റെ തലത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് അതിനെ വിഭാടനം ചെയ്യുവാൻ, മാറ്റി നിർത്താൻ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള സ്വീകരണം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ ചടങ്ങുകൾ കൊണ്ടുണ്ടാകുന്ന തികച്ചും വ്യക്തിപരമാണ്. ഇനി ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ഒരാള് തിരികെ പോകുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല, അതും തികച്ചും വ്യക്തിപരമാണ്, വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ വിശ്വാസം സ്വീകരിക്കുമ്പോഴോ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക കാഴ്ചപ്പാടുകളിലും വ്യത്യാസം വരും എന്നുള്ളത് ശരിയാണെങ്കിലും സാമൂഹികമായ ചുറ്റുപാടുകൾക്ക് യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല എന്നുള്ള പച്ചയായ പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരു കാലത്ത് ആരാക്കെയോ പറഞ്ഞു വെച്ചിട്ടുള്ളത് പോലെ പാൽപ്പൊടിയും ഗോതമ്പും കൊണ്ട് ക്രിസ്ത്യാനിയായി തീർന്ന ആളുകളൊന്നും ഈ കേരളത്തിലില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. പശുവിനെ വളർത്താനല്ലാതെ പാല് കുടിക്കാൻ യോഗ്യതയില്ലാതിരുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് പാല് കുടിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഈ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു മാനവിക വീക്ഷണമാണ്. യാതൊരാൾക്കും ആ തരത്തിലുള്ള എന്താ പറയുന്ന തട്ടിമാറ്റൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ പാടില്ല എന്നുള്ള കൃത്യമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിനെ കാണാതെ ഈ തരത്തിലുള്ള തികച്ചും അന്ധമായ, എന്താ പറയുക, സത്യത്തിൽ വർഗീയം എന്നൊക്കെ പറയുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരാൾ ദൈവമേ ഇല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ സാമൂഹിക ചുറ്റുപാടുകൾക്ക് മാറ്റം വരില്ലല്ലോ. അത് എനിക്ക് നിങ്ങൾക്കും എല്ലാം മനസ്സിലാകുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സാമൂഹികമായ ഉന്നതിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവരണം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം അതെങ്ങനെ മാറ്റി നിർത്താനായിട്ട് കഴിയും? അതൊരിക്കലും ഒരു നൈതികമായിട്ടുള്ള, നീതിബോധ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. അതെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള ചില ഇടപെടലുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും. മാത്രമല്ല, നമുക്ക് ഈ കേരളത്തിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ജസ്റ്റിസ് ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം റീകൺവേർട്ട് ചെയ്തതിന്റെ ശേഷമാണ് അദ്ദേഹത്തിന് ആ സംവരണ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വ നിലയിൽ നിൽക്കുന്ന രണ്ടുപേരും അവര് എംപിമാരായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇതേ ഇഷ്യൂ ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ അവർ റീകൺവേർഷൻ നടത്തുകയും ചെയ്തു. അപ്പൊ ഈ ഇന്നലത്തെ വിധിക്കനുസരിച്ചുള്ള ഒരു സ്പിരിറ്റ് ഒന്നും ഉൾക്കൊണ്ടുകൊണ്ട് അല്ല അവരങ്ങനത്തെ ഒരു തീരുമാനമെടുത്തത്, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും തങ്ങളുടെ രാഷ്ട്രീയ പാതയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും മാത്രമാണ്. ഇതേപോലെയുള്ള താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു പറ്റം ആളുകൾ ക്രിസ്ത്യ വിശ്വാസത്തെ ത്യജിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അത് ത്യജിക്കാനും ബാലസുബ്രഹ്മണ്യം സാർ പറഞ്ഞതുപോലെ ത്യജിക്കാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ള അവനവന്റെ അവകാശമാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, നമുക്ക് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ള കാരണത്താൽ
എന്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്നതായിട്ടുള്ള നീതി നിഷേധിക്കപ്പെടുന്നു? അതിനെതിരെ എന്തുകൊണ്ട് ക്രൈസ്തവ നേതൃത്വ നിരയിലുള്ള ആളുകൾ ബോധവാന്മാരല്ലാതെ പോകുന്നു? നമുക്കറിയാമല്ലോ, ഇവിടുത്തെ മറ്റു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിക്കുവാനും അതിനുവേണ്ടി എത്ര ദൂരം സഞ്ചരിക്കുവാനും ഒരുമിച്ച് പ്രയാണം ചെയ്യാനും ജാഥകൾ നടത്താനും ഒക്കെ പല നേതാക്കന്മാരുമുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരടക്കം പലരുമുണ്ട്. എന്നാൽ വലിയൊരു സമുദായം, വലിയൊരു സമൂഹം അവരുടെ വിശ്വാസത്തിന്റെ ആ ഒരു കാരണത്താൽ അവർ പിന്തള്ളപ്പെടുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുന്നു, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അവർ പിൻവലിക്കപ്പെടുന്നു, അവർക്ക് സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നു. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള പാസ്റ്റർ ഒന്ന് വിവരിക്കാമോ? എന്തായിരിക്കണം നമ്മുടെ അജണ്ട, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്തായിരിക്കണം നമ്മുടെ നിലപാടുകൾ? രാഷ്ട്രീയ നേതാക്കന്മാരും ക്രൈസ്തവ നേതാക്കന്മാരും ഈ വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പട്ടികജാതിക്കാരുടെ സംവരണം എന്ന് പറയുന്ന വിഷയത്തെ ദേശീയ സംവാദമായും രാഷ്ട്രീയ പ്രശ്നമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതാണ് പ്രധാനം. മുമ്പേ പറഞ്ഞ പോലെ ബുദ്ധമതത്തിലേക്ക് പോയവർക്ക് സംവരണം കൊടുത്തു, സിഖ് മതക്കാർക്ക് സംവരണം കൊടുത്തു. അതിനുശേഷം പല പ്രാവശ്യം ഇപ്പൊ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ 10% സംവരണം നമ്മുടെ വലിയ ചർച്ചയായതാണ്. പലർക്കും സംവരണം കൊടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഓരോ സമുദായങ്ങൾക്ക് OBC-ക്കാരുടെ ഇടയിൽ ഇപ്പൊ ഈ ഇലക്ഷൻ ഉണ്ടായിരുന്നു മറാഠിയുടെ സംവരണമായി. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒക്കെ സമുദായം അവരൊക്കെ സവർണാധിപത്യത്തിൽ കഴിഞ്ഞ സവർണരാണ് എങ്കിൽ പോലും ആദ്യത്തെ പ്രാവശ്യം തന്നെ അവർക്കൊക്കെ സംവരണം, OBC സംവരണം ധാരാളമായിട്ട് കൊടുത്തില്ലേ? അതിനെക്കുറിച്ച് വേണ്ടുന്ന വിധത്തിലുള്ള ചർച്ചകൾ നടത്തി. വേറെ സമുദായങ്ങൾക്കൊക്കെ അർഹതയുള്ളവർക്കൊക്കെ സംവരണം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ക്രൈസ്തവ മാർഗത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവരുടെ സംവരണം ഇപ്പം മേത്ത പറഞ്ഞു, രാഹുൽ മേത്ത, അദ്ദേഹം സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയില് തുഷാർ മേത്ത പറഞ്ഞു. അതിനവര് നിരന്തരം പറയുന്ന വാദം എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളായി, അതുകൊണ്ട് അവിടെ വിവേചനമില്ല എന്നുള്ളത്. ഇതിനകത്ത് വിവേചനം ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല വിഷയം. അവർ കഴിഞ്ഞ 5000 വർഷമായി സഹസ്രാബ്ദങ്ങളായി സാമൂഹ്യമായി ജാതിയുടെ പേരിൽ അപമാനം അനുഭവിച്ച് പിന്നോക്കം പോയവരാ. അവർക്ക് മുന്നോക്കത്തിലേക്ക് വരാൻ പറ്റിയില്ല. വിദ്യാഭ്യാസപരമായിട്ട് അവരുടെ റെപ്രസെന്റേഷൻ കൂടിയാണ്, അത് മനസ്സിലാക്കണം. കാരണത്താലും അവരെ ചവിട്ടി മാറ്റിയതാണല്ലോ, അവരെ മാറ്റിയതാണ്. അതിന് ക്രിസ്തുമത ഉത്തരവാദിയല്ല, അവര് ഉത്തരവാദിയല്ല. കാരണം അവരെ വേദകാലഘട്ടമുള്ള സംഭവിച്ചതാണ്. അത് മാത്രമല്ല, സംവരണം എന്ന രാഷ്ട്രീയ അവകാശത്തെ പ്രാതിനിധ്യമായി, ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനായി, ഒരു പ്രാതിനിധ്യം എന്ന ജനാധിപത്യ മൂല്യമായി പരിഗണിക്കണമെന്ന് പോലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ആളുകൾ പറയുന്നത് മെറിറ്റിന് എതിരാണ് സംവരണം എന്നാണ്. മെറിറ്റിന് എതിരാണ് സംവരണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെ തിരുത്തണമെന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം സംവരണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അവകാശമാണ്. അത് ഒരു പ്രാതിനിധ്യം എന്ന ഒരു ജനാധിപത്യ മൂല്യമായി പരിഗണിക്കാതെ മെറിറ്റുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് സംവരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സംവരണ നിഷേധം ഒരു പ്രാതിനിധ്യത്തിന്റെ റെപ്രസെന്റേഷൻ നിഷേധം പോലെയാണ്. ആ പ്രാതിനിധ്യം ഈ സമുദായത്തിന്, ഈ ജനങ്ങൾക്ക് നീണ്ട 1000 വർഷങ്ങളായി നിഷേധിക്കപ്പെട്ടു. രാഷ്ട്രീയ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, രാഷ്ട്രീയ പ്രാതിനിധ്യം വിദ്യാഭ്യാസ മേഖലകളിലെ അവർക്ക് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കണമെന്നാണ് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചകളിലെല്ലാം പറഞ്ഞത്. ഇത് നിഷേധിക്കുന്നതിന്റെ ഒരു കാരണം, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഈ എന്തുകൊണ്ടാണ് മതപരിവർത്തനത്തെ നിഷേധിക്കുന്നവർ ഈ പറയുന്ന റീകൺവെർഷൻ ആഘോഷിക്കണമെന്ന് പറയുന്നത്? മതപരിവർത്തനത്തെ നിഷേധിക്കുന്നവർ പുനമത പരിവർത്തനം ആഘോഷിക്കണം, പടക്കം പൊട്ടി ആഘോഷിക്കണം എന്നാണ് കോടതി പറയുന്നത്. അപ്പൊ വേറൊരു വിരോധാഭാസം കൂടെയുണ്ട്. കാരണം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാതി ഇല്ലല്ലോ. ഞാനിപ്പോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഉൾപ്പെട്ടു, എനിക്ക് ജാതി ഇല്ലാതായി. പിന്നെ ഞാൻ റീകൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ജാതിയിലേക്ക് പോകും? അല്ല, അത് ഞാൻ പറയട്ടെ, ഞാൻ ആ ഭാഗം അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതിനൊരു മറുപടി ഉണ്ട്. ഇതിനകത്ത് മതവിരുദ്ധം നാട്ടിൽ ചെയ്യാൻ പാടില്ല. ആന്റി കൺവെർഷൻ ബിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 11 25 28 വരെയുള്ള ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ആർക്കും ഏത് മതം സ്വീകരിക്കാം. ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാത്രമല്ലല്ലോ മതം മാറുന്നത്, പിന്നെ ഹിന്ദുമതത്തിലേക്ക് മതം മാറുന്നുണ്ടല്ലോ. പിന്നെ നിവേദിത എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അറിയാം, അയർലൻഡിലെ പുരോഹിതന്റെ മോളായിരുന്നു. സ്വാമി വിവേകാനന്ദ ഹിന്ദുമതത്തിലേക്ക് മതം മാറ്റിയിട്ടാണ് ദീക്ഷ കൊടുത്ത് നിവേദിതയെ എലിസബത്ത് നോബിളിനെ നിവേദിത എന്ന് പറഞ്ഞ് മതം മാറ്റിയ ശേഷമാണ്
അപ്പോൾ ഹിന്ദുമതത്തിലേക്ക് മതം മാറുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആശ്രമങ്ങളിലെല്ലാം സായിപ്പന്മാര് മതന്മാര് വരുന്നില്ലേ? ഹരകൃഷ്ണ പ്രസാദ് നമ്മുടെ സന്ദർശനം യേശുദാസ് നടത്തില്ലേ? പാട്ടുകാരനായിരിക്കുന്ന അപ്പൊ ഗാനഗന്ധർവനായിരിക്കുന്ന യേശുദാസ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മതപരത്ത് നമുക്ക് അതൊന്നും നടക്കുന്നുണ്ട്. പ്രശ്നമില്ലല്ലോ. അതെ, ഭരണഘടന ഉണ്ടാക്കിയ ഡോക്ടർ BR അംബേദ്കർ തന്നെ ബുദ്ധമതത്തിലേക്ക് മതം മാറി. അശോകന്റെ കാലത്ത് ബുദ്ധമതത്തിലേക്ക് മതം മാറി. റഹമത്ത് എന്നുള്ള ഗ്രാമം തന്നെ തമിഴ്നാട്ടിൽ ഇസ്ലാം മതത്തിലേക്ക് പോയി. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ബുദ്ധമതത്തിലേക്ക് മതം മാറി. മാധവക്കുട്ടിക്ക് മതം മാറാം. ആർക്ക് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പൊ അതെ, മതം അതെ. മാറ്റം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് മതം മാറുക, രാഷ്ട്രീയം മാറുക, അത് അവരുടെ സ്വാതന്ത്ര്യ. എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കൺവേർഷൻ എന്ന് പറഞ്ഞ് നിരന്തരമായി കൺവേർഷനെതിരെ പറയുന്നവർ റീകൺവേർഷൻ കർവാപ്പസി റീകൺവേർഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് അനുകൂലിക്കാൻ കഴിയുക? അത് മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചില്ല, ഇവിടെ മതം മാറാനുള്ള സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നാട്ടിലെ ദളിതരും വൈദ്യജാതിക്കാരും ഗോത്രവർഗങ്ങളും ഇവിടുത്തെ ആദിവാസികളും മതം മാറാനുണ്ടായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ മതം മാറുന്നത്. ഈ മതപരിവർത്തനത്തെ എതിർക്കുന്നതോട് ഒരു കാര്യം ചോദിക്കുക, തിരിച്ചു വരാൻ തയ്യാറാണ് ഹിന്ദുമതത്തിലേക്ക്. നിങ്ങൾ ചാതുവർണ്ണയത്തിൽ നിങ്ങൾ ഏത് വർണ്ണത്തിലാണ് ഉൾപ്പെടുത്തുക? തിരിച്ചു വരാൻ തയ്യാറാണ്. ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ വൈശ്യനാക്കുമോ, ക്ഷത്രിയനാക്കുമോ, ബ്രാഹ്മണനാക്കുമോ? തിരിച്ചു വരുന്നതിന്. അപ്പോൾ നിങ്ങൾ പറയും പറ്റത്തില്ല, നിങ്ങൾ ചണ്ടാളം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ചാതുവർണ്ണത്തിന് പുറത്ത് തന്നെ ആയിരിക്കണം. ഇതാണ് പ്രശ്നം. തിരിച്ചു വരുന്നവനെ, ഹോം കമ്മിങ്, തിരിച്ചു വരുന്നവനെ, പൂർവ്വമതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരാളിനെ നിങ്ങൾ ആശ്രമത്തിൽ എവിടെയാണ് ഉൾക്കൊള്ളിക്കുക? ചാതുവർണ്ണത്തിൽ ഏത് വർണ്ണത്തിലാണ് ഉൾക്കൊള്ളിക്കുക? അതാണ് മതം, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഈ മതം തന്നെ. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റത്തില്ല, വലിയ പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മതം വിടാൻ തയ്യാറായത്. മനസ്സിലായി? ഇന്റർ ഡൈനിങ്ങിനും പറ്റത്തില്ലെന്നും അദ്ദേഹം സവർണശ്രീവില്ല കല്യാണം കഴിച്ച ആളാ. ഇന്റർകാസ്റ്റ് മാരിയെ നോക്കിയ ആളാണ്. അദ്ദേഹം എല്ലാം ട്രൈ ചെയ്തിട്ട് അവസാനമാണ് കൺവേർട്ട് തന്നെ ചെയ്യുന്നത്. കാരണം ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഈ മതത്തിനകത്ത് ജനാധിപത്യത്തിന് തടസ്സപ്പെടുന്ന ഹൈറാർക്കി ബ്രീസ്റ്റ്ഹുഡ് ആണെന്നും അതുകൊണ്ട് ബ്രാഹ്മണ്യം തകരാതെ ഈ മതം ജനാധിപത്യവൽക്കരിക്കപ്പെടണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞ് അനിഹിലേഷൻ കാസ്റ്റ് വായിച്ചു നോക്ക്. അംബേദ്കറിന്റെ അനിഹിലേഷൻ കാസ്റ്റ് വായിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് കാഞ്ചിലയ്യ പറഞ്ഞ വൈ അയ്യാനാട്ടോ ഹിന്ദു വായിച്ചു നോക്ക്. ബഫലോ നാഷണാലിറ്റി വായിച്ചു നോക്ക്. ഇതെല്ലാം പറഞ്ഞാണ്. അതിനു മുമ്പ് തന്നെ എത്രയോ പേരത് പറഞ്ഞു. നമുക്കറിയാം, ഈ മാധവന്റെ പുസ്തകം വായിച്ചില്ലേ? ഈ മാധവന് സ്വതന്ത്ര സമുദായത്തിൽ എന്താ പറഞ്ഞത്? സഹോദരൻ അയ്യപ്പൻ എന്താ പറഞ്ഞത്? അടിമ കാലപ്പഴക്കം കൊണ്ട് ചങ്ങല എന്റെ സ്വന്തമാണെന്ന് പറയുന്നവരാണ് ഈഴവൻ ഹിന്ദുവാണെന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞില്ലേ? എന്തെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ CV കുഞ്ഞിരാമന്റെ ഈഴവ മതപരിവർത്തന സമരം വായിച്ചു നോക്ക്. ഇവിടെല്ലാം മതപരിവർത്തനം എന്തുകൊണ്ടാണ് കൃത്യമായി അവർ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്? അത് സർസിപിയുടെ ബുദ്ധിയാ. എന്താ കൗശലം? കാരണം വൈക്കം സത്യാഗ്രഹം നടക്കുന്നു, ഗുരുവായൂർ സത്യ നടക്കുന്നു, നാട്ടുവരി നവോത്ഥാന ശ്രമങ്ങൾ നടക്കുന്നു. ഈഴവർ വളരെ വ്യക്തമായി ക്രിസ്തുമതത്തിലേക്ക് മാറാൻ CV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ കൃത്യമായി ചർച്ച നടക്കുന്നു. അത് ചേർത്തലയിൽ കൂടിയ സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നു. മാരാമൻ കൺവെൻഷൻ വന്ന് CV കുഞ്ഞിരാമൻ പ്രസംഗിക്കുന്നു. കോട്ടയം കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹം ആരാധന പങ്കെടുക്കുന്നു. അങ്ങനെ അടവടലെ ഈഴവർ മതം മാറുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൗശലക്കാരനായ സരസ്വതിയുടെ ബുദ്ധിയായിരുന്നു എന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം ഉദ്ദേശിച്ച് എന്താ? ഇവര് മതം മാറിയാൽ ഹിന്ദുമതം ന്യൂനപക്ഷ മതമായി തീരും എന്നുള്ളതാണ് നമ്പർ 1. 2, ദളിതരെ ഹൈന്ദവൽക്കരിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു. ദളിതരെ ഹൈന്ദവൽക്കരിക്കുക എന്നൊരു തന്ത്രം കൂടിയായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പിന്നെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ദളിതർ അവർ പോലും അറിയാതെയാണല്ലോ അവർ ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് മാറി. 1932 ആ സംഭവങ്ങളൊക്കെ മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ തന്നെയല്ലേ നമ്മുടെ രാജ്യത്ത്. അവരെ ഹൈന്ദവൽക്കരിക്കും. ഇപ്പോഴും സബാൾട്ട ഹിന്ദുത്വം അതൊരു രാഷ്ട്രീയ പ്രയോഗമുണ്ട്. അക്കാദമിക് മേഖല ഉപയോഗിക്കുന്ന വാക്ക സബാൾട്ട ഹിന്ദുത്വ. ഇപ്പം സംഘപരിവാർ ഉപയോഗിക്കുന്ന സബാൾട്ട ഹിന്ദുത്വ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ബ്രാഹ്മണർ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമുള്ള ഇന്ത്യയിൽ എങ്ങനെയാണ് ബ്രാഹ്മണർക്ക് അധികാരം കിട്ടുന്നത്? അത് മനസ്സിലാക്കണം. ഒരു ചെറിയ ഉത്തർപ്രദേശിൽ ഒരു താലൂക്കിൽ മാത്രമുള്ള ഒരു മെജോറിറ്റി, ബാക്കി ഇന്ത്യയിൽ ഏറ്റവും ന്യൂനപക്ഷമായ ബ്രാഹ്മണർക്ക് എങ്ങനെ അധികാരം കിട്ടും? കാരണം അതൊരു മൂല്യവസ്ഥയാണ്. അതും നടപ്പിലാക്കാം. ബ്രാഹ്മണം വേണമെന്നില്ല. KG ബാലകൃഷ്ണനെ നടപ്പിലാക്കാം. അത് 35 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് അത് CK ജാനുവിന് അത് നടപ്പിലാക്കാം. ആർക്ക് വേണേലും ബ്രാഹ്മണ്യം നടപ്പിലാക്കാം, ദളിതനും നടപ്പിലാക്കാം. കാരണം അതൊരു മൂല്യവസ്ഥയാണ്. അപ്പൊ സബാൾട്ടൺ ഹിന്ദുത്വം എന്ന് പറയുന്നതിന്റെ അങ്ങനെയാണ് OBCയുടെ വോട്ടെല്ലാം പിടിച്ചുകൊണ്ട് കൃത്യമായി ആദ്യം സംഘപരിവാർ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളാണ്.
സബാൾട്ടൺ ഹിന്ദുത്വ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പട്ടികജാതിക്കാരുടെ ഇടയിലേക്കും ഗോത്രവർഗ ഇടയിലേക്കും വനവാസി ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാർ കൃത്യമായിട്ട് ഇരച്ചു കയറുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ക്രൈസ്തവരുടെ ഇടയിലേക്ക് ആളുകൾ വരുന്നതിന്റെ പിന്നിൽ തടയുക എന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും സംഘപരിവാറിന്റെ സവർണ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതിനെ തടയുന്നത്. അത് ഭയപ്പെടുന്നത് കൊണ്ടാണ്. കാരണം വലിയ വ്യക്തമായ ഒരു ഒഴുക്ക് ക്രൈസ്തവത്തിലേക്ക് നടക്കും. പട്ടികജാതിക്കാരൻ ക്രൈസ്തവത്തിലേക്ക് മതം മാറിയ പട്ടികജാതിക്കാർക്ക് സംവരണം കൊടുത്താൽ ഒഴുക്ക് നടക്കും, കൺവേർഷന്റെ ആക്കം കൂടും, അത് വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, കന്തമാലെ ട്രൈബൽസിനെ ആക്രമിക്കുക എന്ന് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവർ, മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവർ, കേരളത്തിൽ വരുമ്പോഴെന്താ ക്രിസ്ത്യാനിയുടെ സ്നേഹം? കേരളത്തിലെ പാലായിലെയും കാഞ്ഞിരപ്പള്ളിയിലെ ഈരാറ്റുപേട്ടയിലും കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ സംഘപരിവാറിന്റെ സ്നേഹം എന്താ? തൃശ്ശൂരെ ക്രിസ്ത്യാനിയുടെ സ്നേഹം കാരണം വടക്കൈനിലെ ക്രിസ്ത്യാനികൾ ട്രൈബൽ ക്രിസ്ത്യൻസ് ആണ്. കാരണം കന്തമാലി പെർസിക്യൂഷൻ, മണിപ്പൂരി പെർസിക്യൂഷൻ, കേരളത്തിൽ വരുമ്പോഴാണ് ക്രിസ്ത്യാനിയുടെ സ്നേഹം വരുന്നത്. അതാണ് അതിനകത്ത് പാസ്റ്റർ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇവിടുത്തെ സോക്കോൾഡ് ക്രിസ്ത്യൻസ് എന്ന് സ്വന്തമായിട്ട് അവകാശപ്പെടുന്ന നേതാക്കന്മാരുണ്ടല്ലോ, സമുദായത്തിന്റെ സംരക്ഷകരായിട്ടൊക്കെ അറിയപ്പെടുന്ന കുറച്ച് സംഘടനകളൊക്കെ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അവന്മാരുടെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ കൊള്ളൂത്തുകാരായിക്കൊണ്ട് ഇവിടെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ എന്തിനാ ഈ കൺവേർഷൻ നടത്തുന്നേ? ഇപ്പൊ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു മന്ത്രി, നമുക്ക് സഹമന്ത്രി ഉണ്ടല്ലോ, ക്രൈസ്തവന്റെ ഒക്കെ എല്ലാവരുടെയും കൂടെ ഒരു പ്രതിനിധി എന്നുള്ള വിധത്തിൽ കൊണ്ടുപോയിരിക്കുന്ന വ്യക്തി. ആ വ്യക്തി ഒരു ചാനൽ ചർച്ചയിൽ എന്നോടൊപ്പം തന്നെ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതാണ്, നോർത്ത് ഇന്ത്യയിലും മറ്റും വളരെ കൺവേർഷൻ നടക്കുന്നുണ്ട്, അത് നിരോധിക്കണമെന്നുള്ളതാണ് എന്റെ ചിന്ത. അപ്പൊ ഈ ചിന്താഗതിയോടുകൂടെ കേരളത്തിലെ ക്രൈസ്തവൻ ആണെന്നുള്ള പേരിൽ ജീവിച്ചുകൊണ്ട് ക്രൈസ്തവന്റെ ആനുകൂല്യമൊക്കെ നേടിയെടുത്തുകൊണ്ട് ക്രൈസ്തവന്റെ പദവിക്കനുസരിച്ചുള്ള ഒരു പൊസിഷൻ അവിടെ നേടിയെടുത്തുകൊണ്ട് ക്രൈസ്തവ മൂല്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു അജണ്ട അത് നടപ്പിൽ വരുത്തുവാൻ അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് നിരന്തരമായി പറയുന്നത് ഇവിടെ. കാരണം സുവിശേഷ പ്രവർത്തനം നടത്തുന്നത് ഇവാഞ്ചലിക്കൽ സമൂഹങ്ങളാണ്. അതിലെ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് പെന്തക്കോസ് ഇവാഞ്ചലിക്കൽ സമൂഹങ്ങളാണ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക, അവരാണ് കൺവേർഷൻ നടത്തുന്നത്. അതുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നവരെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബിഷപ്പുമാരെ വിളിച്ചപ്പോഴത്തേക്കും മറ്റുള്ളവരെ വിളിച്ചില്ലല്ലോ. ബിഷപ്പുമാരെ വിളിച്ചപ്പോൾ ഇവാഞ്ചലിക്കൽ സമൂഹത്തുള്ളവരെ വിളിച്ചില്ലല്ലോ. അപ്പൊ അതിന് കാരണം അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈ സംസ്ഥാനത്തിന്റെ ചുമതലയായിരുന്ന ആൾ, ഇപ്പോൾ ഗവർണറായി പോയ ആള്, അദ്ദേഹം നമ്മുടെ PS ശ്രീധരൻപിള്ള സാറല്ല, അല്ലാത്ത തമിഴ്നാടുകാരൻ, CPR എന്ന് പറയും, അദ്ദേഹത്തെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞതാണ്, പ്രേക്ഷിത ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ക്രൈസ്തവരും പ്രേക്ഷിത ദൗത്യമില്ലാത്ത ക്രൈസ്തവരും ഇങ്ങനെ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സഭകളെ, അതായത് പ്രേക്ഷിത ദൗത്യമില്ലാത്ത സഭകളെ മാത്രം നമ്മുടെ കൂടെ നിർത്തണം, സംഘപരിവാറിന്റെ കൂടെ നിർത്തണം. പ്രേക്ഷിത ദൗത്യമുള്ള സഭകളെ എതിർക്കണം. അതിനാരെ ഉപയോഗിക്കണം? അതിനുപയോഗിക്കേണ്ടുന്നത് പ്രേക്ഷിത ദൗത്യമില്ലാത്ത സഭകളെ ഉപയോഗിച്ചുകൊണ്ട്. അതാണ് ഇവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി. അത് മാത്രമല്ല RSS മുന്നോട്ട് വെക്കുന്ന റൈസ് തിയറിയെയാണ് ഇവരും പറയുന്നത്. എന്തൊരു നാഴിക്ക് 40 വട്ടം പറയുന്നത് ഞങ്ങളുടെ പൂർവികന്മാർ ഹിന്ദുക്കളാണെന്നും ഞങ്ങളുടെ പൂർവികര് ബ്രാഹ്മണരാണെന്നും പറയുക വഴി സംഘപരിവാറും RSS മുന്നോട്ട് വെക്കുന്ന വൈറ്റ് സുപ്രീമസിയും റൈസ് തിയറിയും തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ സംഘപരിവാറുമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് ബന്ധം ഈ ബിഷപ്പുമാർക്കുണ്ട്. നാഴിക്ക് 40 വട്ടം എന്തിനാണ് ഈ നമ്പൂതിരി പാരമ്പര്യം പറയുന്നത്, ഈ വൈറ്റ് സുപ്രീമസി പറയുന്നത്, റൈസ് തിയറി? അപ്പൊ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ബ്ലഡ് പ്യൂരിറ്റി, റൈസ് തിയറി തന്നെയാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇവര് ഡൈക്കോട്ടമൈസ് ചെയ്തുകൊണ്ട് ഇവാഞ്ചലിക്കൽ സമൂഹം, മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന മിഷണറി സമൂഹത്തെ ഒറ്റപ്പെടുത്തുക, ആ ഒരു ഡിവൈഡ് ആൻഡ് റൂളാണ് സംഘപരിവാർ. അതിൽ സഭാ നേതൃത്വങ്ങൾ പലരും വീണുപോയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ സംവരണം തന്നാലും തന്നില്ലെങ്കിലും ഒരു വ്യക്തിയെപ്പോലും നിങ്ങൾക്ക് മടക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല.
ഒരു വ്യക്തി പോലും ക്രൈസ്തവ സഭയിലേക്ക് ചേർന്നവരെ എങ്ങനെ കർവാപ്പസി പൊളിഞ്ഞു പോയത്? ആലപ്പുഴ മുതൽ ആഗ്ര വരെ നിങ്ങൾ നടത്തിയല്ലോ. ഒരു മനുഷ്യ ഒരു പിന്മാറ്റി പോയില്ല. കാരണം ഇത് പുതപ്പ് കൊടുത്തോ പൈസ കൊടുത്തോ ഒന്നുമല്ല. ഒരു പതപ്പ് കൊടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ 10 പതപ്പ് കൊടുത്താൽ തിരിച്ചു കൊണ്ടുപോകും. ഒരു നോട്ട്ബുക്ക് കൊടുത്താൽ കൊണ്ടിരുന്നെങ്കിൽ 10 നോട്ട്ബുക്ക് കൊടുത്ത് തിരിച്ചുകൊണ്ട് പോകും. ഒരു മനുഷ്യനും ഇവിടെ ബാലു പറഞ്ഞതുപോലെ ഒറ്റ മനുഷ്യരും ജീവിതത്തിൽ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടല്ല വന്നത്. നിങ്ങളുടെ മാഞ്ചിയം കണ്ടുകൊണ്ടോ ആട്ടുകുട്ടിയെ കണ്ടുകൊണ്ടോ പാൽപ്പൊടി കണ്ടുകൊണ്ടല്ല വന്നത്. തിയോളജിക്കൽ കൺവിക്ഷന്റെ ഭാഗമായിട്ടാണ്. കൃത്യമായ തിയോളജിക്കൽ കൺവിക്ഷന്റെ ഭാഗമായിട്ടാണ്, ക്രൈസ്റ്റ് റെവലേഷന്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവമാർഗം ചെയ്തിട്ടുള്ളത്. അത് ഒരു ആനുകൂല്യം കിട്ടി. കഴിഞ്ഞ 70 വർഷമായി, കഴിഞ്ഞ 50കൾക്ക് ശേഷം കഴിഞ്ഞ 60 വർഷമായി ഒരു ജനത സംവരണമില്ലാതെ സ്റ്റേറ്റിന്റെ ഡിസ്ക്രിമിനേഷനെ നേരിട്ട്, സെഗ്രിഗേഷനെ നേരിട്ട്, ലീഗൽ ഡിസ്ക്രിമിനേഷനെ നേരിട്ട് അവർ ക്രൈസ്തവരായി തുടരുന്നുണ്ടെങ്കിൽ ഒരു കുന്തവും കിട്ടിയില്ല, അവർ മടങ്ങി പോകത്തില്ല. അത് കൃത്യമാണ്. ഒരു വ്യക്തി പോലും നിങ്ങൾക്ക് മടങ്ങി കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അവര് കൃത്യമായ ദൈവശാസ്ത്ര ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവര് ഈ മാർഗത്തിലേക്ക് വന്നത്. എന്തുകൊണ്ടാ കന്തമാലിൽ എന്താ ഇത്രയും പെർസിക്യൂഷൻ ഉണ്ടായിട്ട് അവിടെ പിന്നെ സഭ വളരുകയാണ്. മണിപ്പൂരിൽ സഭ വളരുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ സഭ വളരുന്നുണ്ട്. മാത്യു പറഞ്ഞതൊക്കെ കറക്റ്റാണ് എന്റെ വീഡിയോയിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യം, ഇതിനൊന്നും തടയാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാവോ? കൃത്യമായി നിങ്ങളുടെ മതം ക്ലിയർ ആക്കണം നല്ലത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം അടിച്ചല്ലോ, കഴിഞ്ഞ ദിവസം കൊച്ചു കുഞ്ഞുങ്ങളെ കെട്ടിയിട്ട് പൊതുക്കിണറ്റിൽ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ് അടിച്ചല്ലോ. ഞാൻ ഫേസ്ബുക്ക് ഇട്ടപ്പോ ഫേസ്ബുക്ക് വയലന്റ് കണ്ടന്റാന്ന് പറഞ്ഞ് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞത്. ഇതാണ് റിപ്പോർട്ട് അടിച്ചത്. കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. കുഞ്ഞുങ്ങൾ പൊതുക്കിണറ്റിൽ വെള്ളം കുടിച്ചതിന്റെ പേര് കുഞ്ഞുങ്ങൾ കെട്ടിയിട്ടടിക്കുകയാണ്. നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും പൊതുക്കിണറ്റിൽ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. 2 മാർബിൾ ഷോപ്പ്, ഹോട്ടലിൽ 2 ഇത്. ഈ അടുത്തിടയിലാണല്ലോ മടസ്നാനം. ബ്രാഹ്മണന്റെ എച്ചിലേക്ക് കിടന്ന് ഉരുണ്ടാല് ത്വക്ക് രോഗം മാറും. ഇന്ന് എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത് വെമുല എന്താ ആത്മഹത്യ ചെയ്തത്? എന്റെ ജാതിയാണ് പ്രശ്നം. രോഹിത് വെമുലയുടെ കാലത്ത് ജാതി ഇവിടെ ചർച്ച ചെയ്തല്ലോ. രോഹിത് വെമുല എവിടെയാണ്? JNUവില്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നടക്കുന്ന കഠിനമായ ജാതി സമ്പ്രദായങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. എന്റെ ജന്മമാണ് എന്റെ പ്രശ്നം, എന്റെ ജാതിയാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് വെമുലയാണ് ആത്മഹത്യ ചെയ്തത്. ഗുരുവായൂർ ഇലത്തകളം അടിച്ചതിന് പേര് ബാബുവിനെ എന്തിനാണ് വിലക്കിയത്? ചെട്ടുകുളങ്ങരയിലെ കീഴ്ശാന്തി സുധിയുടെ കാര്യം അറിയാമല്ലോ. സുധി അമ്പലത്തിൽ കയറിയാൽ ദൈവം കോപിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. ഒരു നിയമ സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്തില്ലേ. IG ലക്ഷ്മണ മാറിയപ്പോഴത്തേക്കിന് ചാണവെള്ളം എന്തിനാണ് ഇവര് തളിച്ചത്? ദേവസ്വം ബോർഡിൽ ദളിതരെ മേൽശാന്തിമാരുമായി കഴിഞ്ഞ സർക്കാർ, പിണറായിയുടെ ആദ്യത്തെ സർക്കാർ കൊണ്ടുപോയി യദുകൃഷ്ണനെ വളഞ്ഞോട്ട തമ്പലത്തിൽ എന്താ കയറ്റാതിരുന്നത്? അപ്പോൾ ഇത് വളരെ കൃത്യമായി നാട് മുഴുവൻ ഇപ്പോഴും ജാതി തുടരുന്നു. പൗരോഹിത്യം അതിനെല്ലാം ചൂട്ടും പിടിക്കുന്നു. അതും നിലനിൽക്കുന്നിടത്തോളം കാലം കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കും. ജനങ്ങൾ സമത്വം ഭാവനയിലേക്കും ആധുനിക മൂല്യങ്ങളിലേക്കും കൃത്യമായി കടന്നു വരും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആധുനിക മൂല്യങ്ങൾ നിലനിൽക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന, സ്ത്രീകൾക്ക് സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു മാർഗം ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് സ്ത്രീ വിരുദ്ധമായ മാനുഷിക വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ ഭ്രാന്ത നിയമങ്ങളും, അത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരങ്ങളാകട്ടെ, അത് ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, മാനവീയ വിരുദ്ധമായ, ആധുനികാനന്തര ജനത തള്ളിക്കളയുന്ന ഭ്രാന്ത നിയമങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയേക്ക് ആൾക്കാർ വരും. അതിന്റെ കാരണം സമത്വമാണ്, ജനാധിപത്യമാണ്, അത് സാഹോദര്യമാണ്, അതിന്റെ ദൈവശാസ്ത്ര ദർശനം അതാണ്, അതിന്റെ സൃഷ്ടിപ്പിൽ സിദ്ധാന്തം അതാണ്, അതിന്റെ രക്ഷാസിദ്ധാന്തം അതാണ്, അതിന്റെ ആന്ത്രപ്പോളജി, അതിന്റെ നരവംശാസ്ത്രം അതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനത വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സംവരണം കിട്ടിയില്ലെങ്കിലും ഒരു വ്യക്തിയെ പോലും മടക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. കർവാപ്പസി പൊളിഞ്ഞതുപോലെ അത് പൊളിയും. അതാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു വെരി മച്ച് ബാലു. പാസ്റ്റർ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നറേറ്റ് ചെയ്തു. എന്നാൽ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ട, ആ പൊളിറ്റിക്കൽ അജണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് വേണ്ടുന്ന സമയത്തൊക്കെ ഞങ്ങള് നിങ്ങളുടെ രക്ഷകരാണെന്നും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഇതേപോലെ SC വിഭാഗത്തിൽ നിന്നും ST വിഭാഗത്തിൽ നിന്നൊക്കെ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നവർക്ക് രക്ഷകരായിട്ട് നടിക്കുന്നവരാണ് ഈ ഇടതുപക്ഷ വക്താക്കൾ. അവർക്കെടുക്കാവുന്ന നിരവധി തീരുമാനങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, തമിഴ്നാട്ടിൽ ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ SC വിഭാഗത്തിൽ നിന്ന് ക്രൈസ്തവരായി തീർന്നവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട്, സംവരണങ്ങൾ നിയോഗിച്ച് കൊടുത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പ്രവർത്തിച്ച് അതിന്റെ ഫലമായിട്ട് അവർക്ക് ഒരുപാട് ഉയർച്ചകളുണ്ടായി. എല്ലാ മേഖലകളിലും അവർക്ക് ഉയർച്ചകളുണ്ടായി. ആ വിധത്തിൽ ഇവിടുത്തെ സംസ്ഥാനം, എന്തായാലും നമുക്കറിയാം, കേന്ദ്രം ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കണ്ണും തുറന്ന് ഈ സമൂഹത്തെ ആശീർവദിക്കാൻ പോകുന്നില്ല.
നമുക്ക് 2 മന്ത്രിമാർ ഇവിടുന്നുണ്ട്. രണ്ടുപേരും അച്ചായന്മാരുടെ ആളുകളാണ്. നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതായിട്ടുള്ള നായരാച്ചായനും അതേപോലെ തന്നെ പാലായിൽ നിന്ന് പോയിരിക്കുന്ന അച്ചായനും ഒന്നും തന്നെ ഈ പറഞ്ഞ സമൂഹത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കയില്ലെന്ന് മാത്രമല്ല, അവരെ കഴിവുണ്ടെങ്കിൽ ഗർഭാപ്പസ് നടത്തി അവരെ എഴുത്താനായിട്ടുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഈ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്തുകൂടെ? അവരോട് ഈ കാര്യത്തെക്കുറിച്ച് ശക്തമായി വാദിച്ചുകൂടെ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഒരു തരത്തില് ഈ അസംഘടിതരായ അക്രമോത്സുകരല്ലാത്ത മാന്യതയുടെ വഴികളെ സ്നേഹിച്ചും സേവിച്ചും നടക്കുന്ന ഈ സമൂഹത്തെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ മൂല്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന കൂട്ടങ്ങളെ മനഃപൂർവമായിട്ട് കളിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് അറിയാം, ഇവർക്ക് എന്ത് കൊടുത്തില്ലേലും ഇവര് നാളെ സെക്രട്ടേറിയറ്റ് വളയാനോ മന്ത്രിമാരുടെ വണ്ടി തടയാനോ അല്ലെങ്കിൽ മന്ത്രിമാരെ ആക്രമിക്കാനോ ഒന്നും പോകുന്നില്ല. ഇവര് മാന്യമായ ഒരു വിശ്വാസ ധാരയിലേക്കാണ് വന്നിരിക്കുന്നത്. ആ മാന്യത വിട്ട് ഒന്നും പ്രവർത്തിക്കാനായിട്ട് ഇവര് മെനക്കെടില്ല എന്നുള്ള ഒരു ബോധ്യം ഈ രാഷ്ട്രീയക്കാർക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ആരെങ്കിലുമൊക്കെ തീവ്രമായ ആക്രമണോത്സുകമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് വഴിപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തില് ഇവരെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഒരുപക്ഷെ ഇവരത് വിട്ട് തിരിയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ, ഇപ്പൊ ഭീഷണിപ്പെടുത്തിയാണല്ലോ മിക്കവാറും കാര്യങ്ങളൊക്കെ സംഘടിതരായിട്ടുള്ള ആളുകൾ നേടിയെടുക്കുന്നത്. അതിപ്പോ ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും ഇനി കൂടിയ ക്രൈസ്തവനായാലും അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയക്കാരിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിക്കുന്നത്. എന്നാൽ അതിന് മെനക്കെടാത്ത സാധുക്കളായ ദർശനങ്ങൾക്ക് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം സമൂഹത്തെ മനഃപൂർവ്വം ചവിട്ടിത്താഴ്ത്തുക എന്നുള്ള പരിപാടിയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രബുദ്ധമായിരിക്കുന്ന ഈ സമൂഹത്തിന് അത് തിരിച്ചറിയുകയും അത് ഇവർക്ക് കനത്ത അടിയായിട്ട് തീരുകയും ചെയ്യും എന്നാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം അതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ കേരളത്തിൽ തന്നെ ഏകദേശം ദളിത് ക്രൈസ്തവർ തന്നെ ഏകദേശം 40 ലക്ഷത്തോളം ഉണ്ട്. കാരണം കെ മാണി സാറിന്റെ ബഡ്ജറ്റ് സ്പീച്ചിൽ പുള്ളി തന്നെ 20-25 ലക്ഷം നേരത്തെ പറഞ്ഞിരുന്നു. ആ ചർച്ച വേറെ, അതിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞ പോലെ ഇവർ അസംഘടിതരാണ്, ഇവരൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇപ്പൊ റാന്നി പോലുള്ള മണ്ഡലങ്ങളിൽ, റാന്നി, പുതുപ്പള്ളി, പീരുമേട്, അതുപോലെ തന്നെ തിരുവല്ല, ചെങ്ങന്നൂര്, ആലപ്പുഴ, വൈക്കങ്ങളുള്ള പിന്നെ കടുത്തുരുത്തി മണ്ഡലങ്ങൾക്ക് ദളിത് ക്രൈസ്തവർക്ക് ഭയങ്കരമായിട്ട് പിന്നെ നിർണയ ഇതുള്ളതാണ്. ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ പോലും വോട്ട് ബാങ്കുള്ളവരാണ്. അപ്പം കൃത്യമായിട്ട് ഇതിന്റെ പിന്നെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ കോടതി പോലും ഞാൻ പണ്ടൊരു ലേഖനം വായിച്ച്, പുള്ളിയുടെ പേര് മറന്നുപോയി, നമുക്ക് അറിയപ്പെടുന്ന ഒരു വക്കീലാണ്. ഒരു തരത്തിലുള്ള തിയോക്രാറ്റിക് ജുഡീഷ്യറി എന്നൊരു പ്രയോഗം അദ്ദേഹം പറയും. തിയോക്രാറ്റിക് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സമീപകാലത്ത് കോടതി വിധി നോക്കൂ. ഇപ്പം നമുക്കറിയാം, രാമജന്മഭൂമിയായി ബന്ധപ്പെട്ട വിധിയാകട്ടെ, രാഹുൽ ഗാന്ധിയുടെ പിന്നെ MP സ്ഥാനം കളഞ്ഞ സൂറത്ത് വിധി കോടതിയാകട്ടെ, സമീപകാലത്തെ വിധികളെല്ലാം പലപ്പോഴും പാർഷ്യലാകുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് കണ്ടന്റ് ഓഫ് കോർട്ടായി മാറും. അതുകൊണ്ട് അതിലേക്ക് പറയുന്നില്ല. കാരണം ഒരു തിയോക്രാറ്റിക് കോടതിയുടെ വിധി പോലെ ഏകപക്ഷമായിട്ടുള്ള വിധികളാണ്. ആ രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷനെ ആകട്ടെ, ജുഡീഷ്യറി ആകട്ടെ, യൂണിവേഴ്സിറ്റികളെ ആകട്ടെ, മിലിറ്ററി ആകട്ടെ, IPS പിന്നെ പോലീസ് സർവീസിനാകട്ടെ, ഫോഴ്സുകളെ ആകട്ടെ, സിലബസ് ആകട്ടെ, കരിക്കുലം, എല്ലാ മേഖലയും സാഫർണൈസേഷൻ നടന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അനുകൂലമായ ഒരു വിധിയൊന്നും കോടതികളിൽ നിന്നോ രാഷ്ട്രീയക്കാരിൽ നിന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇവരിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവർ ഐക്യമാണ്. 50കളിൽ ആളുകൾ വലിയ സോഷ്യലിസ്റ്റ് എന്ന് വിധിക്കുന്ന ആളാണല്ലോ നെഹ്റു ഇരിക്കുമ്പോഴാണല്ലോ പ്രസിഡൻഷ്യൽ ഓർഡർ ഉണ്ടായത്. അതെ, വലിയൊരു സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന ആളാണല്ലോ. പിന്നെ UPA സർക്കാർ 10 വർഷം DC ആയിട്ട് രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞതാണ്. സുപ്രീം കോടതി ഇന്ന് നമ്മുടെ ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പായിട്ട് രാവിലെ തന്നെ ഞാൻ 2 MP-മാരുമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. 2 MP-മാരുമായിട്ട്. അവർ രണ്ടുപേരും പാർലമെന്റിലാണ് ഇപ്പോൾ. അവര് രണ്ടുപേരോട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു മുൻ MP-യോടും കൂടെ സംസാരിച്ചു. അവര് പറയുന്നില്ല. അതിന്റെ കാര്യം ഞാൻ പറയാം. അവരുടെ കാര്യം ഈ കാര്യം പറയാത്തത് അവർക്കുടൻ മറ്റേ സമുദായങ്ങളിൽ എതിർപ്പ് വരും. ഇപ്പൊ ഒരു എക്സാമ്പിള്,
ഒരു എം പി, എന്റെ എം പി, പേര് പറഞ്ഞില്ല, എന്റെ എം പി, ഞാൻ ചകുതിരി മാവേലിക്കര, എന്റെ എം പി അത് പറഞ്ഞിരിക്കട്ടെ, ഉടൻ സാമ മഹാസഭയും കേരള പുലർ മഹാസഭയും സിദ്ധരണ സഭയും പുള്ളിക്കെതിരെ വരും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഈ ദളിത് സംവരണത്തെ കുറിച്ച് എം പിമാരും എം എൽ എമാരും മിണ്ടത്തില്ല. കാരണം പറഞ്ഞാൽ അതിൽ അവർ ഈ വോട്ട് ബാങ്ക് മേടിച്ചുകൊണ്ടാണ്. കാരണം ഇതിനെ എതിർക്കുന്ന മറ്റ് ഹിന്ദു സമുദായങ്ങൾ തങ്ങൾക്കെതിരെ വരും. അതുകൊണ്ട് തന്നെ ഇവർ പറയത്തില്ല. ഇവരിൽ പലരും മുസ്ലിം കാലഘട്ടങ്ങളിൽ മതം സ്വീകരിച്ചവരാണ് പിന്മാറിപ്പോ. ഇപ്പൊ തന്നെ ദേവികുളം എം എൽ എയുടെ കേസ് കോടതിക്കാണ്. അതിൽ CSI ആണ്, കല്യാണം നടന്ന CSIയിലാണ്. അത് മിക്കവാറും MLA സ്ഥാനം തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് അത് പേടിയാ. ആ പേടിയാണ്. ഒന്ന് വോട്ട് ബാങ്ക് പേടിച്ചാണ് മറ്റ് ഹിന്ദു സമുദായങ്ങൾ തങ്ങൾക്കെതിരാകും എന്ന് പേടിച്ചുകൊണ്ടാണ് വന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ സാമാന്യ ഹിന്ദുക്കൾ, നല്ല പങ്ക് ഹിന്ദു സഹോദരങ്ങളും അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവരുടെ സ്വന്തം സഹോദരങ്ങളാണല്ലോ ക്രിസ്ത്യ വിശ്വാസത്തിലേക്കൊക്കെ പോയിരിക്കുന്നത്. അവർക്കത് കൊടുക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. പക്ഷെ ഇതിനകത്ത് സവർണാധിപത്യത്തിന്റെ മേൽക്കോയ്മയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അവരാണ് ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. ഒരു മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകളാണ് ചേർന്ന് ഇത് കൊടുക്കരുത് സർക്കാരിന് പറ്റുമായിരുന്നു. UPA സർക്കാരിന് പറ്റുമായിരുന്നു. കാരണം രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് 2 പ്രാവശ്യം UPA സർക്കാരിനോട് കോടതി, സുപ്രീം കോടതി, ഞാനും അതിനകത്ത് കക്ഷിയാണ് ആ കേസിനകത്ത്, അവിടെ സുപ്രീം കോടതിയിൽ നിന്ന് 2 പ്രാവശ്യം അന്നത്തെ മൻമോഹൻജിയോട് ചോദിച്ചാണ് ഇവർക്ക് സംവരണം കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? കാരണം രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് പട്ടികജാതി സ്റ്റാറ്റസ് ഇവർക്ക് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഈ സെന്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനകത്ത് ഈ കേസ് ഫ്രാങ്ക്ലിൻ സീസർ കൊടുത്ത്. പിന്നെ നമ്മുടെ BJ ജോർജ് സാറിന്റെ നാഷണൽ കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസും കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഈസി ആയിട്ട് 10 വർഷം വരെ UPA സർക്കാരിന് ഇത് നടപ്പിലാക്കാമായിരുന്നു. രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ മതിയായിരുന്നു. അത് നടപ്പിലാക്കാൻ മതിയായിരുന്നു. ഒരു നന്മയും ക്രൈസ്തവർക്ക് പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഇപ്പോഴത്തെ ഇവിടുത്തെ കേരള സർക്കാരിൽ നിന്ന്, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ, കേരള സർക്കാരിന് അതിൻ്റെ ആയിട്ടുള്ള നിയമങ്ങൾ എടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കാനും വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു മേഖലകളിലും പുരോഗതി ഉണ്ടാക്കാനായിട്ടും കേരള സർക്കാരിന്റെ തട്ടിപ്പ് ഞാൻ പറയാം. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ദളിത് ക്രൈസ്തവരുടെ വിഷയങ്ങൾക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ മതി. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്തുള്ള മുഴുവൻ ഞാൻ വായിച്ച കേരള സർക്കാരും കളിയുണ്ട്. കേരള സർക്കാരിനകത്തും ഈ ന്യൂനപക്ഷം മിനിസ്റ്ററെ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം. കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ ഈ പേപ്പേഴ്സ് എല്ലാം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരും, അത് ബഹുമാനപ്പെട്ട CM-ന്റെ മുമ്പിൽ വരും, CM ഉടനെ തന്നെ അത് ഓർഡർ ആക്കി വിടും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്ന് ഞങ്ങളോട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മെയ് മാസത്തിലാണ്, അന്ന് പനക്കിലച്ചന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു കമ്മീഷൻ പോയതാണ്. അദ്ദേഹത്തോട് സംസാരിച്ചാണ്, എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ച് സംസാരിച്ച് അദ്ദേഹം ഓക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഇന്ന് ഇത്രയും നാളായിട്ടും അതൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കേരള സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിച്ചില്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പരിവർത്തന ക്രൈസ്തവർ കൊടുക്കണം JB കമ്മീഷൻ എഴുതിയിട്ടുണ്ട്. പുറത്ത് വന്നതെല്ലാം നമ്മൾ വായിച്ചല്ലോ. ഞാൻ മുഴുവൻ അത് വായിച്ചായിരുന്നു. പുറത്ത് വന്നത് അത് മുഴുവൻ JB കോശി കമ്മീഷന്റെ നല്ല ശുപാർശകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാത്തതിന്റെ പിന്നിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ശക്തമായ കോൺസ്പിറസി ഉള്ളതുകൊണ്ട് നടപ്പിലാക്കാത്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ല അപ്രോച്ച് സർക്കാരിലേക്ക് നമ്മൾ നടത്തിയെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ. തുടങ്ങിയെന്ന് അറിയത്തില്ല, ഞാൻ ഇനി പോയതുകൊണ്ട് അറിയുന്നില്ല. കൃത്യമായിട്ട് പ്രഷർ ചെലുത്ത് ശക്തമായ സെക്രട്ടേറിയറ്റ് ധർണകളും പരിപാടികളും സെക്രട്ടേറിയറ്റ് വളയുന്ന രീതിയിലേക്ക് നടത്തണം. പാലുളി കമ്മീഷൻ നടപ്പിലാക്കാൻ എളുപ്പമായിട്ടല്ലോ. പാലുടി കമ്മീഷൻ ദോശ ഇടുന്ന പോലെ നടപ്പിലാക്കിയല്ലോ. പാലുടി കമ്മീഷൻ നടപ്പിലാക്കിയല്ലോ. ഈ വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് നമ്മളൊരു കമ്മീഷൻ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കമ്മീഷൻ ഡെവലപ്പ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ചെന്ന് പല പ്രാവശ്യം, ഒരിക്കലല്ല, ഇത് നടപ്പിൽ വരുത്തുന്നിടം വരെ ഞങ്ങൾ അങ്ങയുടെ ഓഫീസിൽ തന്നെ കാണുമെന്ന് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു ആർജവം നമ്മൾ ആർജിച്ചെടുത്ത്. ഇതെന്നാന്നറിയോ, ഇത് ബാലു പറഞ്ഞതുപോലെ, സഹോദരൻ ബാലു പറഞ്ഞതുപോലെ, ഇത് ഒന്നും ബാധിക്കത്തില്ല, എന്നാലും റാന്നി ഞങ്ങൾ ജയിക്കും, പുതുപ്പള്ളി ജയിക്കും, ഈ ഒരു രീതി അവർക്ക്.
ഇത് വളരെ കൃത്യമായി അത് സംഘടിക്കുകയും ഇവർക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും പൊളിറ്റിക്കലായിട്ട് ഇവർക്ക് ത്രട്ടാകുമെന്ന് മനസ്സിലാകുന്ന വിഷയം. ഒരു പഠനം നടത്താതാണല്ലോ മുന്നോക്കക്കാര് 10% പേർക്ക് സംവരണം കൊടുത്തല്ലോ. മുട്ട വെച്ചോട് പല സമുദായങ്ങൾക്ക് ഇവർ സംവരണം എഴുതി കൊടുത്തല്ലോ. പാലുളി കമ്മീഷൻ റിപ്പോർട്ട് ദോശ ഇടുന്ന വേഗതയിൽ നടപ്പിലാക്കി കൊടുത്തല്ലോ. KT ജലീൽ എന്ത് വേഗത്തിലാണ് ബില്ലുകളെല്ലാം ജലീൽ പാസ്സാക്കിയത്. ഒരു വർഷം പിന്നിട്ട് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വേറെ കാര്യം പറയുന്നുണ്ട്. ദളിത് ക്രൈസ്തവരുടെ വിഷയങ്ങൾ മാത്രം പഠിക്കാൻ വേറൊരു കമ്മീഷൻ വെക്കാനും പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായി ഇത് നടപ്പിലാക്കണം. കുറച്ച് ക്രൈസ്തവ MLA എന്തിനാണ് വിട്ടിരിക്കുന്നത്? മന്ത്രിസഭയെ കുറച്ചെണ്ണമുണ്ട്, നിയമസഭയെ കുറച്ചെണ്ണമുണ്ട്. ഇതുങ്ങൾക്കൊന്നും സമുദായത്തിലെ വിഷയങ്ങൾ ഇടപെടാനോ വിഷയങ്ങൾ റേസ് ചെയ്യാനോ ഇവർക്കൊന്നും യാതൊരു ഇതുമില്ല. അവർ രക്ഷകർത്തൃത്വം ഇല്ല. ഇവിടെയെല്ലാം രക്ഷകർത്തൃത്വ രാഷ്ട്രീയം വേറെ ആൾക്കാർക്കാണ്. രക്ഷകർത്തൃത്വ രാഷ്ട്രീയം. ഏതായാലും നമ്മള് ഈ ചർച്ച തുടരണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.